മാസ് ഇടിപ്പടം എന്ന് തന്നെ പറയാം. ഇതിൽ പുള്ളി അഴിഞ്ഞാടാ. സത്യം പറഞ്ഞാൽ ഞാൻ മോഹൻലാൽ ഫാനാണ്. പക്ഷേ കൂട്ടുകാരന്മാരെല്ലാം മമ്മൂക്ക ഫാന്. ഇഷ്ടപ്പെട്ടു. കാരണം പുള്ളി ഇത്രയും പ്രായത്തിൽ പുള്ളി ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നില്ല. അത് തന്നെ ഭയങ്കര ഒരു സംഭവം തന്നെ. അത് പോകുന്നുണ്ട്. അത് തന്നെ കഴിഞ്ഞ മൂവി ഭ്രമയുഗം ഒരു ഫിക്ഷണൽ ടൈപ്പ് ഓഫ് മൂവി ആയിരുന്നു. അതിനുശേഷം ഒരു മാസ് എൻ്റർടൈനറുമായിട്ട് കുറേ നാൾക്ക് ശേഷമാണ് മമ്മൂക്ക വരുന്നത് ടർബോയിലൂടെ. അപ്പോൾ ഈ ഒരു മൂവീൻ്റെ കംപ്ലീറ്റ് ലുക്കാണെങ്കിലും എല്ലാത്തിലും ഒരു ഭയങ്കര ഒരു ചേഞ്ച് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ആ ഒരു ഭ്രമയുഗം എന്ന് പറയുന്ന ആ ഒരു ഫിക്ഷണൽ മൂവിയിൽ നിന്നും ഈ ടർബോ എന്ന് പറയുന്ന ഒരു മാസ് എൻ്റർടൈനർ മൂവിയിലേക്ക് വരുമ്പോഴുള്ള മമ്മൂക്കയുടെ ആ ഒരു ട്രാൻസിഷനെ പറ്റി എന്താ പറയുക? ഭ്രമയുഗം എന്ന് പറയുമ്പോൾ അതൊരു നമുക്ക് ഫിക്ഷണലായിട്ടുള്ള കഥാപാത്രമാണല്ലോ. പക്ഷേ ഇതെന്ന് പറയുമ്പോൾ പണ്ട് മുതലേ നമ്മൾ കണ്ടുവരുന്ന മമ്മൂക്ക മാസ് എൻ്റർടൈനർ, നമ്മൾ തുറുപ്പുകുലാൻ ലുക്സൊക്കെ വെച്ച് നോക്കിയാൽ ഒരു മാസ് ഇടിപ്പടം എന്ന് തന്നെ പറയാം. വ്യത്യാസം എന്ന് പറയുമ്പോൾ മറ്റേതിൽ മമ്മൂക്ക ഒരുപാട് പുള്ളിയുടെ ആക്ടിങ് മികവുകളെല്ലാം കാണിച്ചിട്ടുണ്ട് ഭ്രമയുഗത്തിൽ. ഇതിൽ പുള്ളി അഴിഞ്ഞാടാനാണ്. ഒരു നല്ലൊരു ഇപ്പം എത്ര വലിയ ആക്ഷൻ മൂവി ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്റ്റോറി ബേസ് ഇല്ല എങ്കിൽ അതെല്ലാം തകർന്നു പോകും. അപ്പം ഒരു സിനിമയ്ക്ക് ആവശ്യം ഒരു സ്റ്റോറി ബേസ് ആണ്. ആ സ്റ്റോറി ബേസ് അടിയിൽ പോയാൽ പടവും അടിയിൽ പോകുന്ന പോലെയാണ്. ഒരു ആക്ഷൻ മാത്രം പോരാ ഒരു പടത്തിന്. ഇപ്പം ടർബോയ്ക്ക് പോലും ഒരു ആക്ഷൻ മാത്രം പോരാ, ഒരു നല്ലൊരു സ്റ്റോറി ലൈൻ കൂടെ ഉണ്ടെങ്കിലാണ് പടം കുറച്ചുകൂടെ വർക്കൗട്ട് ആവത്തുള്ളൂ. എങ്ങനെ എഴുതി വെച്ചു, അതെങ്ങനെ വൈശാഖ സിനിമയാക്കി മമ്മൂക്ക ഇങ്ങനെ അത് തകർത്ത് അഭിനയിച്ചു. മമ്മൂക്ക എന്തായാലും അത് ഉറപ്പായിട്ട് തകർക്കുമല്ലോ. ഇപ്പം കഴിഞ്ഞൊരു മൂവി വെച്ച് നോക്കുകയാണെങ്കിൽ മമ്മൂക്കയുടെ കഴിഞ്ഞ മൂവി ഒരു ഫിക്ഷണൽ ടൈപ്പ് ഓഫ് ഭ്രമയുഗം ആ മൂവി ആയിരുന്നു. അതിന് ശേഷം ഒരു മാസ് എൻ്റർടൈനറായിട്ടാണ് ടർബോയുമായിട്ട് മമ്മൂക്ക വരുന്നത്. അപ്പം മമ്മൂക്കയുടെ ആ ഒരു ട്രാൻസിഷനെ പറ്റി എന്താ പറയാനുള്ളത്? ട്രാൻസിഷൻ വെച്ച് പറയാൻ അങ്ങനെയൊക്കെ ചോദിച്ചാൽ പറയാൻ ഇങ്ങനെ മമ്മൂക്ക നമുക്കറിയാമല്ലോ, എത്ര വർഷത്തെ കാലയളവിൽ ചെയ്ത റോളുകൾ അറിയാമല്ലോ. അപ്പം ഡിഫറെൻ്റ്ലി ടൈപ്പ് ഒരു റോള് തന്നെ ഇതിൽ പ്രതീക്ഷിക്കുന്നത് വെച്ചാൽ പുള്ളിക്കാരന് പറ്റാത്ത റോള് പോലല്ല, ഇത്ര വർഷങ്ങൾ കാലയളവിൽ ചെയ്തല്ലോ. അതിനൊരു ഈ മമ്മൂട്ടി കമ്പനി എന്തായാലും ചുമ്മാ ഒരു പടം ഇറക്കത്തില്ലല്ലോ, എന്തെങ്കിലും കണ്ടായിട്ടായിരിക്കും. ഫാൻ ഷോ എനിക്ക് തോന്നുന്നത് ഭീഷ്മപർവമാണെന്ന് തോന്നുന്നത് ഇതിനേക്കാളും കുറച്ചുകൂടെ ചിയറിപ്പിംഗ് ആയിട്ടുള്ള ഫാൻ ഷോ ഭീഷ്മപർവത്തിന്. അതിനുശേഷം ഇപ്പം ഇതിനാണ് ഇപ്പം ഈ മഴയൊക്കെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നത് ഇപ്പം പ്രതിസന്ധിയായിട്ട് നിൽക്കുവാണ്. എക്സാമ്പിളായിട്ട് ഗുരുവായൂരമ്പല നടയിൽ തന്നെ കണ്ടു, നല്ല പടമാണ്. അത് റിവ്യൂവിൽ എന്തായാലും ബാധിച്ചിട്ടുമില്ല, മഴയൊന്നും അതിനെ ബാധിച്ചിട്ടുമില്ല. നല്ല പടമാണെങ്കിൽ ടെർബോയിൽ എന്തായാലും ആൾ കയറും, അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. പലപ്പോഴും ഫാൻ ഷോസ് വലിയ രീതിയിലുള്ള ഒരു നെഗറ്റീവ് സാധനമാണ് കൊടുക്കുന്നത്, നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് കൊടുക്കാറുള്ളതെന്ന് പലപ്പോഴും കേൾക്കാറുണ്ട്. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഫാൻ ഷോ എന്ന് പറയുമ്പം ഏർലി മോർണിംഗ് ഫാൻ ഷോ എന്ന് വെച്ചാൽ നമ്മൾ ഫിസിക്കലായിട്ട് ഒരു ഉറക്കമൊക്കെ കളഞ്ഞിട്ടാണ് കുറച്ച് പേര് വരുന്നത്. അപ്പോൾ എക്സാമ്പിൾ വിജയ പടങ്ങൾ, അപ്പം മോസ്റ്റ് എക്സാമ്പിളായിട്ട് മലയക്കോട്ട് വാലിബ. ആ മലയക്കോട്ട് വാലിബ ജോണർ തന്നെ നമുക്ക് മനസ്സിലാവുന്നതാണ്. എന്നിട്ട് പോലും 7:30-8 മണിക്കാണ് ഫാൻ ഷോ വെച്ചത്. പലവരും ആ ഒരു മൈൻഡ് സെറ്റിൽ പോലും കാണാതെയാണ് വന്നത്. കണ്ടിട്ട് അവർ തന്നെ ചിലപ്പം ഫാൻസുകാർ തന്നെ ഒട്ടുമിക്കവർ പടം പോരാ എന്ന നെഗറ്റീവാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഫാൻ ഷോ സിനിമയെ ബാധിക്കും, നല്ല സിനിമയിലാണെങ്കിൽ ബാധിക്കത്തില്ല. പക്ഷേ എന്തായാലും ഫാൻ ഷോ ഒരു നെഗറ്റീവ് ഫാക്ടർ തന്നെയാണ്. അത് എങ്ങനെ പറയുന്നത് വെച്ചാൽ അത് ഓരോ ഇതുപോലെ ഇരിക്കും, ഫാൻസിന് ഓരോ പോയിന്റ് ഓഫ് വ്യൂ മൈൻഡ് സെറ്റ് പോലെ ഇരിക്കും. മമ്മൂക്കൻ്റെ ഒരു മാസ് ആക്ഷൻ മൂവി ആയിട്ടൊക്കെ എനിക്ക് എല്ലാ പടവും ഇഷ്ടമാണ്. കുടുംബത്തോടെ മമ്മൂട്ടി ഫാനാണ്. മമ്മൂക്കയുടെ എല്ലാ പടവും കാണാം. എല്ലാ പടവും തിയേറ്ററിൽ തന്നെ വന്ന് കാണും. തിയേറ്ററിൽ തന്നെ കാണും. കൊച്ചിലെ പോലെ അങ്ങനെ കൊച്ചുപോലെ മമ്മൂട്ടിയുടെ എല്ലാ മിക്ക പടങ്ങളും കണ്ടിട്ടുള്ള. ടർബോ ഭയങ്കര ഒരു ഹിറ്റായിട്ട് മാറുമെന്ന് പ്രതീക്ഷിക്കുന്നു. എങ്ങനെയുണ്ട്? കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ഫാൻ ഷോ മമ്മൂക്കയ്ക്ക് വേണ്ടിയിട്ട് നടത്തുന്നത്. അപ്പം ആ ഒരു ഫാൻ ഷോയിൽ പങ്കെടുക്കാനായിട്ട് വന്നിട്ടുണ്ട്. എങ്ങനെ ഫാൻ ഷോയെ നോക്കി? ഫാൻ ഷോ സത്യം പറഞ്ഞാൽ ഞാൻ മോഹൻലാൽ ഫാനാണ്. പക്ഷേ കൂട്ടുകാരന്മാരെല്ലാം മമ്മൂക്ക ഫാനും. അങ്ങനെ ഫാൻസ് പരമായിട്ടുള്ള നല്ല എല്ലാ ഷോയും കാണാറുള്ളതാണ്. മമ്മൂക്കയുടെ ലാലിൻ്റെ എല്ലാം ഫസ്റ്റ് ഷോ കാണാറുള്ളതാണ്. മമ്മൂക്ക ഫാനാണോ? മമ്മൂക്ക ഫാനല്ല, ഞാൻ ആരുടെ ഫാനല്ല. ഓരോരുത്തരെയും അഭിനയമില്ലായിരുന്നു. ഓക്കെ, ഫാൻ ഷോയിലാണ് വന്നേക്കുന്നത്. ഫാൻ ഷോയിൽ പങ്കെടുക്കാനല്ലേ വന്നത്? അല്ല പിന്നെ അല്ല, വെറുതെ പടം കാണുമെന്നുള്ളത്. വെറുതെ പടം കണ്ടിട്ട് വന്ന്. നോർമലി മമ്മൂക്കയുടെ ആക്ടിങ്ങിനെ പറ്റി എന്താ പറയാനുള്ളത്? ഭേദമാണ്. ആരെ വെച്ച് കമ്പയർ ചെയ്യുക? മറ്റുള്ള ആളുകളെ അപേക്ഷിച്ച് ഭേദം. എങ്ങനെയുണ്ട്? എന്താ തോന്നുന്നു? മമ്മൂക്ക എങ്ങനെയുണ്ട്? പൊളിയാണ്. ഓക്കെ, കഴിഞ്ഞ മമ്മൂക്കന്റെ പടങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഈ ഒരു ടർബോ ഒരു മാസ് എന്റർടൈനർ ആയിരിക്കുന്നതായിരുന്നു. മമ്മൂക്ക ഫാനാണോ? ആണ്.
മമ്മൂക്കയുടെ കഴിഞ്ഞ പടത്തിനെക്കാട്ടിലും ഒരു ഇമ്പാക്ട് ടർബോയ്ക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? മമ്മൂട്ടിയുടെ കഴിഞ്ഞ പടം എന്ന് പറയുന്നത് ഒരു എന്താ ഒരു സ്ലോ ഫേസ് അങ്ങനത്തെ ഒരു അതിലും കൂടുതൽ എന്തായാലും ലാസ്റ്റ് ഫാൻസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു പടം ഇറങ്ങിയ കണ്ണൂർ സ്ക്വാഡ് ആയിരുന്നല്ലോ. അതിനുശേഷം മമ്മൂക്കയുടെ ഒരു ആഘോഷിക്കാൻ പറ്റിയ പടമാണെന്നാണ് വിശ്വാസം.